ബി.ജെ.പിയിലെ നേതൃമാറ്റം തള്ളാതെ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് ബൂത്ത് തലം മുതൽ ദേശീയ അധ്യക്ഷൻ വരെ മാറുമെന്നും എം.ടി. രമേശ് കോഴിക്കോട് പറഞ്ഞു. സംസ്ഥാന ബി.ജെ.പിയിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്ന ചർച്ചകൾക്കിടെയാണ് എം.ടി. രമേശിന്റെ പ്രതികരണം. ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച പ്രകടനം ബി.ജെ.പി കാഴ്ചവെച്ചുവെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രതീക്ഷിച്ച നേട്ടം കൊയ്യാനായില്ല. പാലക്കാട് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും അത്ഭുതമൊന്നും സംഭവിച്ചില്ല. അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുത്ത് കാട്ടാൻ ബി.ജെ.പിക്കായെങ്കിലും നേതൃമാറ്റം വേണമെന്ന ആവശ്യം പാർട്ടിയിൽ ഇപ്പോഴും ശക്തമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അധ്യക്ഷ സ്ഥാനത്തുൾപ്പെടെ മാറ്റമുണ്ടാകില്ല എന്ന് കെ സുരേന്ദ്രനുമായി അടുത്തു നിൽക്കുന്ന നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും രാജ്യത്താകമാനം നടക്കുന്ന സംഘടനാ മാറ്റങ്ങളുടെ ഭാഗമായി കേരളത്തിലും മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം വ്യക്തമാക്കുന്നത്. മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൂത്ത് അടിസ്ഥാനത്തിൽ തുടങ്ങി അഖിലേന്ത്യാ ബൂത്ത് പ്രസിഡന്റ് മുതൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ ഞങ്ങൾ പുനഃക്രമീകരിക്കും. അതിലെല്ലാം ഉൾപ്പെടും. പിന്നെ അതുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. കെ സുരേന്ദ്രൻ മാറിയാൽ ശോഭാ സുരേന്ദ്രൻ, എം.ടി. രമേശ് എന്നീ പേരുകൾക്ക് തന്നെയാണ് മുൻതൂക്കം. വി മുരളീധരനെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള നീക്കമാകും നടക്കുക. തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും സംഘടനാതലത്തിൽ സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് നേട്ടമുണ്ടാക്കാൻ സുരേന്ദ്രൻ വഴി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അർഹമായ പദവി കെ സുരേന്ദ്രനും കൂടി ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും അഴിച്ചുപണി ഉണ്ടാവുക. പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിനെ പൂർണ്ണമായും അംഗീകരിച്ചു പോകുന്ന നേതാവെന്ന നിലയിൽ കെ സുരേന്ദ്രന് പ്രധാന പദവികൾ ഏതെങ്കിലും നൽകാൻ തന്നെയാണ് സാധ്യത. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ നേതാക്കൾക്കെതിരായ ആരോപണങ്ങൾ ശക്തമായി വിവിധ കോണുകളിൽ നിന്ന് ഉയരാനുള്ള സാധ്യതയും ദേശീയ നേതൃത്വം കാണുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.